എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ് കേട്ടോ. ചൂടുകാലത്തേക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ചുവന്ന അവലോ വെള്ള അവലോ എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാകുമ്പോൾ അവൽ പാനിലിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് റോസ്റ്റ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ആവശ്യമുണ്ട്. അപ്പോൾ ശരിക്കും പാളയംകുടം പഴമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ പാളയംകുടം പഴം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെയുള്ള 2 റോബസ്റ്റ് പഴമാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പഴം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ബൗളിലേക്ക് പഴം ഇട്ടിട്ട് ഫോർക്ക് കൊണ്ട് മറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അതായത് മാഷ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകളും ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ലതുപോലെ ഉടയുകയും വേണം. അതായത് കഴിക്കുമ്പോൾ ചെറിയ ചെറിയ പീസുകൾ നമുക്ക് കഴിക്കാൻ കിട്ടണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അവലും പഴവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിൾ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റിന് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലാണ് ആവശ്യമുള്ളത്. ഒന്നില്ലെങ്കിൽ തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ തണുത്ത പാലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ അവൽ മിൽക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം പഴം മിക്സിൻ്റെ മുകളിൽ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത ആപ്പിള് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈന്തപ്പഴം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടി കൂടെ ഇട്ട് കൊടുക്കാം. ടേസ്റ്റിന് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനും ഒഴിച്ചു കൊടുക്കേണ്ട. നമുക്കിത് വീണ്ടും ഒന്നുകൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി പാലിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചുകൂടെ റോസ്റ്റ് ചെയ്ത അവലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കപ്പലണ്ടി, ഈന്തപ്പഴം, ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്താണ് നമ്മളിത് കഴിക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവൽ മിൽക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.